ശംഖചൂഡൻ എന്നു പേരുള്ള അതിബലവാനായ ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. അവൻ കുബേരന്റെ വിശിഷ്ട സേവകനായിരുന്നു. ശംഖചൂഡൻ ഗദായുധത്തിൽ വളരെ നിപുണനായ ഒരു യോദ്ധാവായിരുന്നു. കംസന്റെ ബലവും പരാക്രമവും അറിഞ്ഞ ശംഖചൂഡൻ തന്റെ ഗദയെടുത്ത് കംസന്റെ അരികിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കംസ, താങ്കൾ ഒരു മികച്ച യോദ്ധാവാണെന്നു കേട്ടു. അതിനാൽ താങ്കളോട് ഗദായുദ്ധം നടത്താൻ ഒരു അവസരം നൽകിയാലും. യുദ്ധത്തിൽ ഞാൻ തോറ്റാൽ ഞാൻ താങ്കളുടെ ദാസനാകും. അതല്ല, ഞാൻ ജയിക്കുകയാണെങ്കിൽ താങ്കൾ എന്റെ ദാസനാകണം. ശംഖചൂഡന്റെ ഈ വെല്ലുവിളി കംസൻ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടു. അനേകം ദിവസത്തെ യുദ്ധത്തിനു ശേഷവും അവർക്ക് പരസ്പരം പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഇപ്രകാരം അവരുടെ ഈ ഘോരയുദ്ധം ഭൂമിയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ആ അവസരത്തിൽ ഗർഗ മഹർഷി അവിടെ എത്തി. അവർ മഹർഷിയെ നമസ്കരിച്ചു. മഹർഷി അവരോട് യുദ്ധം അവസാനിപ്പിക്കുവാൻ പറഞ്ഞു. ഗർഗ മഹർഷി നിർദ്ദേശിച്ച പ്രകാരം കംസനും ശംഖചൂഡനും യുദ്ധം അവസാനിപ്പിക്കുകയും പരസ്പരം മിത്രഭാവം സ്വീകരിച്ചു.